സോ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 6 മെയിനായിട്ട് പറഞ്ഞിരുന്നത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ മെത്തേഡ് ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ്സ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഓഫ് സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവ് വിച്ച് ഇസ് നോൺ ആസ് സെൽഫ് കൺട്രോൾഡ് സിങ്ക്രണസ് മോഡ് ഡ്രൈവ്. അപ്പോൾ ഈ മോഡ് ഓഫ് ഓപ്പറേഷനെ സെൽഫ് കൺട്രോൾഡ് സിങ്ക്രണസ് മോഡ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സിങ്ക്രണസ് മെഷീനെ സെൽഫ് കൺട്രോൾഡ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത്, ഇവിടെ നമ്മൾ വോൾട്ടേജും ഫ്രീക്വൻസിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ആ വോൾട്ടേജും ഫ്രീക്വൻസിയും നമ്മൾ അൾട്ടിമേറ്റ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത് ഒരു ഇൻവെർട്ടറിൽ നിന്നാണ്. ആ ഇൻവെർട്ടറിൻ്റെ തൈറിസ്റ്റേഴ്സ് ഒരു റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഈ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം. ഈ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റ് റോട്ടർ പൊസിഷനെ സെൻസ് ചെയ്ത് അത് ഓരോ സ്റ്റേറ്ററിൻ്റെ പൊസിഷൻ അനുസരിച്ച്, സ്റ്റേറ്റർ റെഫറൻസിൻ്റെ അനുസരിച്ച് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് തൈറിസ്റ്റേഴ്സിന് പൾസ് കൊടുക്കും. അപ്പോൾ ഇൻവെർട്ടറിനകത്തുള്ള തൈറിസ്റ്റേഴ്സിന് പൾസ് കൊടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റ് കൊടുക്കുന്ന സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ റോട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ ആക്ച്വലി ഈ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റ് സെൻസ് ചെയ്ത് അതിനനുസരിച്ച് സിഗ്നൽസ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും തൈറിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇൻവെർട്ടർ ഒരു കൺട്രോൾഡ് വോൾട്ടേജും അല്ലെങ്കിൽ ഒരു വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഉണ്ടാക്കും. അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾഡ് ആവുമെന്നാണ് ഈ ഒരു സെൽഫ് കൺട്രോൾഡ് സിങ്ക്രണസ് മോഡ് ഡ്രൈവ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഈ മെയിൻ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് തന്നെ നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവിൻ്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്, സ്റ്റേറ്ററുണ്ട് റോട്ടറും ഉണ്ട്. അതിൻ്റെ റോട്ടർ നമ്മളൊരു ഷാഫ്റ്റ് എൻകോഡറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുവാണ്. അത് പിന്നെ ഒരു കൺട്രോൾ സർക്യൂട്ടറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് കൺവേർട്ടർ. ആ സ്റ്റാറ്റിക് കൺവേർട്ടർ മുന്നേ കണക്ട് ചെയ്തിരിക്കുന്നത് ഫേസ് കൺട്രോൾ റെക്ടിഫയർ വഴിയാണ്. ആ ഫേസ് കൺട്രോൾ റെക്ടിഫയർ ആക്ച്വലി അതിന് സപ്ലൈ കൊടുക്കുന്നത് 3 ഫേസ് AC സപ്ലൈ ആണ്. അപ്പോൾ ഈ 3 ഫേസ് AC സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന ആ AC സപ്ലൈനെ നമ്മൾ ഫേസ് കൺട്രോൾ റെക്ടിഫയറിനകത്തോട്ട് കൊടുക്കുമ്പം നമുക്കതൊരു കൺട്രോൾഡ് DC ആക്കി കിട്ടും. ആ കൺട്രോൾഡ് DC നമ്മൾ സ്റ്റാറ്റിക് കൺവേർട്ടറിനകത്ത് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഫ്രീക്വൻസിയും വോൾട്ടേജും കൺട്രോൾഡ് ആവും ഡിപ്പെൻഡിങ് അപ്പോൺ, അതായത് ഈ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റിൽ നിന്ന് വരുന്ന ആ സിഗ്നലാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫ്രീക്വൻസിയും വോൾട്ടേജും കൺട്രോൾഡ് ആയിട്ട് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി സ്പീഡ് വിൽ ബി ഓൾസോ കൺട്രോൾ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഫ്രീക്വൻസി മെയിനായിട്ട് നോക്കുന്നു, അതുകൊണ്ട് വോൾട്ടേജും മെയിനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്ററിനകത്തുള്ള സപ്ലൈ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റോട്ടർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എപ്പോഴും റോട്ടർ സിങ്ക്രണസ് സ്പീഡായിട്ട് തന്നെ എല്ലാ പോയിൻറ്റ്സിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇത് മാക്സിമം ശ്രമിക്കും. ആ രീതിയിലുള്ളൊരു ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് കൊടുക്കുന്നത്. ഇനി സിങ്ക്രണസ് മെഷീൻ എംപ്ലോയിങ് ദിസ് കൺട്രോൾ ഡസ് നോട്ട് റിക്വയർ എ ഡാംപർ വൈൻഡിങ്, അതായത് എപ്പോഴും ഒരേ സ്പീഡിൽ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സിങ്ക്രണസും സ്പീഡിൽ നിന്ന് അല്ലെങ്കിൽ സിങ്ക്രണസത്തിൽ നിന്ന് അത് ലെഫ്റ്റ് ഔട്ട് ആകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓസിലേഷൻസും ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡാംപർ വൈൻഡിങ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹണ്ടിങ് ഓസിലേഷൻസ് വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല, ബിക്കോസ് കറക്റ്റായിട്ട് ഒരേ സ്പീഡിൽ തന്നെയാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വേരിയബിൾ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സൈക്ലോ കൺവേർട്ടറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു DC ലിങ്ക് കൺവേർട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സെൽഫ് കൺട്രോൾ മോഡലാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഇത് വരയ്ക്കണം. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് സ്റ്റേറ്റർ വൈൻഡിങ്ങും ഉണ്ട്, റോട്ടറും ഉണ്ട്. ഈ സ്റ്റേറ്റർ വൈൻഡിങ് നമ്മൾ ഒരു ഇൻവെർട്ടർ സർക്യൂട്ടുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഇൻവെർട്ടർ സർക്യൂട്ടിനെ ഒരു കൺട്രോളിങ് ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ഇൻവെർട്ടർ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു അബ്സല്യൂട്ട് പൊസിഷൻ എൻകോഡറാണ്, അല്ലെങ്കിൽ നമ്മുടെ റോട്ടർ പൊസിഷൻ സെൻസിങ് യൂണിറ്റ്. കണ്ടോ, ഈ റോട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ എപ്പോഴും സെൻസ് ചെയ്തുകൊണ്ട് ഈ അബ്സല്യൂട്ട് പൊസിഷൻ എൻകോഡർ ഇരിക്കും. അതിനനുസരിച്ചുള്ള ആ മൂവ്മെൻറ്റിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ റോട്ടറിൻ്റെ പൊസിഷനെ സെൻസ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻ ഒരു കൺട്രോൾ യൂണിറ്റിനകത്തോട്ട് കൊടുക്കും. ആ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന പൾസസ് ആണ് ഇൻവെർട്ടറിനകത്ത് കൊടുത്ത് അക്കോർഡിംഗ്ലി തൈറിസ്റ്റേഴ്സ് ട്രിഗേർഡായി പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും ഫ്രീക്വൻസിയും കൺട്രോൾഡ് ആയിട്ട് കിട്ടും. അതിനനുസരിച്ച് അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്പീഡ് കൺട്രോൾഡ് ആവും എന്നാണ് ഈ ടൈപ്പ് ഓഫ് സ്പീഡ് കൺട്രോൾ ഓഫ് സിങ്ക്രണസ് മോട്ടർ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ ഫേസർ ഡയഗ്രാം. പിന്നെ അതായത് നമുക്ക് 5F എന്ന് പറയുന്നത് 5F ഉണ്ട്, അതാണ് തന്നെ 50W 5-IS എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റർ കറണ്ടാണ്.
പിന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫ് വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടർ വെച്ചിട്ടാണ് ഫീഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ആ ഇൻവെർട്ടർ ഒരു വേരിയബിൾ ഫ്രീക്വൻസി, വേരിയബിൾ വോൾട്ടേജ്, സിനസോയ്ഡൽ സപ്ലൈ നമുക്കുണ്ടാക്കും. ഇനി സെൽഫ് കൺട്രോൾഡ് സിങ്ക്രണസ് മെഷീന് നമുക്ക് ഒരു DC മെഷീനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ അതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒരു DC മെഷീനകത്താണെങ്കിൽ നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടെന്ന് പറയുന്നത് ആർമേച്ചറും ഫീൽഡ് സ്റ്റേഷനറി ആയിട്ടിരിക്കും. പക്ഷേ നമ്മുടെ ഈ സിങ്ക്രണസ് മോട്ടോർ ഡ്രൈവിനകത്ത് ഫീൽഡ് ആയിരിക്കും റൊട്ടേറ്റിംഗ്, ആർമേച്ചർ ആയിരിക്കും സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മെക്കാനിക്കൽ പൊസിഷൻ സെൻസിറ്റീവ് ഇൻവെർട്ടറാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മെക്കാനിക്കൽ പൊസിഷൻ സെൻസിറ്റീവ് ഇൻവെർട്ടർ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഒരു ഇലക്ട്രോണിക് ഇൻവെർട്ടറാണ്. ആ ഇലക്ട്രോണിക് ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പൊസിഷൻ എൻകോഡറാണ്. പിന്നെ നമുക്കിവിടെ സ്റ്റേഷനറി ഫ്ലക്സസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാ ഫേസർ ഡയഗ്രാമും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും. നമ്മുടെ റൊട്ടേറ്റിംഗ് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് സിങ്ക്രണസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസും റിലയബിലിറ്റിയും നമുക്ക് നല്ല രീതിയിലുണ്ട്. സ്പാർക്കിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്പീഡ് ലിമിറ്റേഷൻസൊക്കെ വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് കണക്കിന് പവർ റേറ്റിങ്ങും നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മെഷീനകത്ത് നമുക്ക് ഡാമ്പർ വൈൻഡിങ്സിനൊന്നും ആവശ്യമില്ല. സിൻസ് ഇറ്റ് ഈസ് റണ്ണിങ് ഇൻ സിങ്ക്രണിസം, അതായത് സിങ്ക്രണസ് സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഒരേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് വേറൊരു പ്രോബ്ലം വരാനില്ല. ഡാമ്പർ വൈൻഡിങ്സിൻ്റെ ആവശ്യമില്ല. ഹണ്ടിങ് ഓസിലേഷൻസ് ഒന്നും നടക്കുന്നില്ല. ഇനി ട്രാൻസിയൻറ്റ് റെസ്പോൺസ്, സഡൻ ചേഞ്ചസ് എല്ലാം DC മെഷീൻസിനെ പോലെ തന്നെയാണ്. ഹൈ എനർജി മാഗ്നറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോട്ടർ ഇനർഷ്യ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതൊരു ഫാസ്റ്റ് റെസ്പോൺസ് സെർവോ ടൈപ്പ് ഡിവൈസിന് അല്ലെങ്കിൽ ഡ്രൈവിന് സിമിലറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി സെൽഫ് കൺട്രോൾ മോഡ്. ഇപ്പോൾ സെൽഫ് കൺട്രോൾ മോഡിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റോട്ടറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൻസർ ഉപയോഗിക്കുന്നുണ്ട്, ഒരു എൻകോഡർ ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഇൻവെർട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള വോൾട്ടേജിനെയും ഫ്രീക്വൻസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമുക്ക് സ്പീഡ് ഓഫ് ദി സിങ്ക്രണസ് മോട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.